എവിടെ നോക്കിയാലും ഇപ്പൊ കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും, ഇവിടെ LDF ആയാലും ശരി, UDF ആയാലും ശരി, ഇവര് രണ്ടുപേരും പ്രധാന ശത്രുവായിട്ട്, പ്രധാന എതിരാളിയായിട്ട് എവിടെ ചെന്നാലും ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് BJP. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ പോലും ഉത്തരേന്ത്യയിലെ, UP-യിലെ പശു മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള ഒരു ലോക്കൽ വാർഡിൽ പോലും ഇവർ BJP-യെ എതിർക്കുന്നത്. ഓക്കെ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം നിലവിലുള്ള കാര്യം തന്നെ ആലോചിച്ചു. കേരളത്തിൽ ഇത്രയും മുനിസിപ്പാലിറ്റികളുള്ളതിൽ 2 മുനിസിപ്പാലിറ്റിയാണ് BJP ഭരിക്കുന്നത് ഉള്ളത്. കഴിഞ്ഞ തവണ ജയിച്ചത് എത്ര വാർഡുകളിൽ ജയിച്ചു? ഇപ്പം തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമാണ്. ഇപ്പം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ BJP വളരെ 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 ദുർബലമാണ്. പക്ഷെ ഇവരെന്തുകൊണ്ട് BJP ഇത്രയധികം ശക്തമായി എതിർക്കുന്നു? BJP ഇവരുടെ അവകാശവാദങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJP ഇവിടെ ഒരു നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഒരു ശക്തി മാത്രമാണ്. ഇവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ശക്തമായി BJP എതിർക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം BJP ഇവർ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും BJP-യെ ശക്തമായ ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ട് ഇവർ രണ്ടു കൂട്ടരും കാണുന്നു എന്ന് തന്നെയാണ്. ശരി. അല്ല ഷാബു, BJP-യുടെ പ്രതീക്ഷയുടെ കീ ഫാക്ടർ എന്താണ്? ഇത് ജനങ്ങളും കാണുന്നുണ്ട്. BJP-യുടെ പ്രതീക്ഷയുടെ കീ ഫാക്ടർ എന്താണ്? BJP ഡെവലപ്മെന്റ് പോളിസിയാണോ? അതെനിക്ക് സംശയമാണ്. അതിനപ്പുറം BJP-ക്ക് വളരാൻ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന വഴികൾ ഏതാണെന്ന് താങ്കൾ കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇപ്പൊ ഈ ഡെവലപ്മെന്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സമഗ്രമായ ഒരു ഡെവലപ്മെന്റ് പോളിസി എന്ന് പറയുന്നത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം സംസ്ഥാന ഭരണത്തെ നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. കാര്യം ഒരു സംസ്ഥാന ഭരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള സമഗ്രമായ ഈ ഡെവലപ്മെന്റ് പോളിസിയൊക്കെ ജനങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ചാ വിഷയം, ജനങ്ങളുടെ സീരിയസ് ആയിട്ട് ചർച്ചാ വിഷയമാവുക. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. ഇപ്പൊ അനിൽകുമാർ പറഞ്ഞു ഏത് റോഡാണ് കേരളത്തിൽ നന്നാക്കാൻ ബാക്കിയുള്ളത്. അനിൽകുമാർ ഇപ്പതേ കോഴിക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പതേ എന്റെ വീട്ടിന്റെ പുറത്തേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ താമസിക്കുന്ന ഈ കോളനിക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോകണം. 3 മാസമായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിട്ട്. എന്റെ ഇവിടെ തൊട്ടടുത്ത് മീഡിയ വണ്ടിന്റെ സ്റ്റുഡിയോയ്ക്ക് അടുത്താണ് എന്റെ വീട്. ഇവിടെ നിങ്ങൾ വണ്ടി അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകം മുഴുവൻ കറങ്ങി വേണം ഇപ്പൊ ഇങ്ങോട്ട് വരാൻ. അപ്പം ഈ അവകാശവാദങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അങ്ങനെ നോക്കാം. പിന്നെ എന്ത് തെറ്റാണ് CPM ചെയ്തത് എന്നാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. അനിൽകുമാറെ, CPM ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് പറ്റിയത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അത്രയേ ഉള്ളൂ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. CPM ഒരു തെറ്റ്. കാര്യം അവരവരുടെ ഇപ്പൊ കൊതുകിന് ചോര കുടിക്കാനേ അറിയുള്ളൂ. അത് കൊതുകിന്റെ തെറ്റല്ല, കൊതുകിന്റെ സ്വഭാവമാണ്. ഇത് അതേപോലെ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന ഒരു തെറ്റേ ഈ നാട്ടുകാർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങളുടെ തെറ്റല്ല, നാട്ടുകാരുടെ തെറ്റാണ്. അത്രയേ ഉള്ളൂ. ഞാൻ അതിലെങ്ങനെ കാണുന്നുള്ളൂ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ തനിക്കുണം കാണിക്കുന്നു, നിങ്ങളുടെ സ്വഭാവം കൊള്ളയടിക്കുക, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, മോഷ്ടിക്കുക, പിൻവാതിൽ നിയമനം, അതൊക്കെ നിങ്ങളുടെ ആ തനി സ്വഭാവമാണ്. അത് നിങ്ങൾ കാണിക്കുന്നു. നമുക്ക് എന്ത് തെറ്റ് പറയാൻ പറ്റുമോ? അത് കൊതുകിനോട് കടിക്കുക, ചോര കുടിക്കരുത് കൊതുകിന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ശരി. അല്ല, ആ വിമർശനം താങ്കൾ CPM ബാക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊന്ന് വരാമേ ഒരു സെക്കൻഡ്. അല്ല, സജീവൻ, ഇപ്പം BJPയെ കുറിച്ച് പറയുമ്പോൾ BJP ദേശീയ തലത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ഡെവലപ്മെന്റ് മോഡൽ ശരിയായിട്ട് വേറെ മുന്നോട്ട് വെക്കാനുണ്ടോ? അതിന് തമ്മിലടിയല്ലേ? ആ ചോദ്യമൊക്കെ ചോദിക്കാം. പക്ഷേ BJP കാണുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ. നമ്മൾ കേരളത്തിൻ്റെ പൊതുസ്വഭാവം എടുത്തു വെച്ച് നോക്കൂ. BJPക്ക് വളരാൻ കഴിയുന്ന ഓൾറെഡി അവർക്ക് മെച്ചപ്പെട്ട വോട്ട് വിഹിതം ഇപ്പം തന്നെ അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അവർക്ക് സീറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളേ ഉള്ളൂ. വോട്ടിൻ്റെ ശതമാനവും കണക്കും എടുത്ത് നോക്കിയാൽ അവർക്ക് ഇനിയും വലിയ പ്രതീക്ഷ വെച്ച് വളർത്താൻ പറ്റും. രണ്ടതാ ശബരിമല പരമാവധി കത്തിക്കാൻ BJP ശ്രമിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നടന്നു പറയുന്ന ഈ വർഗീയതയുടെ ഒരു ഗുണഭോക്താവ് BJP ആണ്. CPM മാത്രമല്ല നമ്മൾ ആലോചിക്കണം. കാരണം അത് ആളുകളെ ഏത് സ്വഭാവത്തിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ പിന്നെ ഏതാണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. സോ BJPക്ക് പ്രതീക്ഷ വെച്ച് പുറത്താൻ കഴിയുന്ന പല ഘടകങ്ങൾ സത്യത്തിൽ കേരളത്തിൽ ഇപ്പം ഇല്ലേ? BJP എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ തന്നെ കേരളത്തിലും പരീക്ഷിച്ച് കുറേയൊക്കെ വിജയിപ്പിച്ച ഒരു കാര്യം വർഗീയതയെ പരമാവധി പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ 4% വോട്ട് ഷാബു പ്രസാദ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ നിയമസഭയിലെ ആണെങ്കിൽ പോലും സ്ഥാനാർത്ഥിയെ കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം 4%, 5% വോട്ടൊക്കെയാണ് ഓരോ സ്ഥലത്തും BJPക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അവർ വോട്ട് വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ്?
അവർ വികസന പ്രഖ്യാപനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വന്നാൽ തേനും പാലും ഒഴുക്കുക എന്ന് പറഞ്ഞിട്ടോ അല്ല. ഇവിടെ പരമാവധി വർഗീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കിയിട്ടാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പം UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? BJP ഈ ഒരു ജനങ്ങൾക്കിടയിൽ, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പരമാവധി ഈ ശത്രുത, വർഗീയമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള ശത്രുത ഉണ്ടാക്കുന്നു. ആ ശത്രുതയാണ് അവർ ഇത്രയും 30-32% പലയിടത്തും അവർക്ക് വോട്ട് ഷെയർ ഉണ്ട്. അപ്പോൾ ഈ 25-26 വോട്ട് ഷെയർ കിട്ടുന്നൊരവസ്ഥയിലേക്ക് അവരെത്തിയത് ഇതുകൊണ്ടാണ്. അതിനെ പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് LDF ആണെങ്കിലും UDF ആണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ നടത്തിയ വികസന കാര്യം, ഇപ്പം അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും എന്നുള്ള കാര്യത്തിന് ഒരു കാര്യം നോക്കേണ്ടത് ഏറ്റവും ഒടുവിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ പോയിട്ട് അവിടുത്തെ കുറച്ചു കാലമായിട്ട് നിതീഷ് കുമാറിൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മളിപ്പം പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ കക്കൂസ് ഇല്ലാത്തൊരു വീടുമില്ല, ശുചിമുറി ഇല്ലാത്തൊരു വീടുമില്ല എന്നുള്ളൂ. അവിടെ ശുചിമുറി ഇല്ലാത്ത വീടുകളുടെ എത്രയോ കഥകൾ നമ്മുടെ ഇവിടെ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അവിടെ പോയിട്ട് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ പോയിട്ട് കാണുമ്പോൾ അവിടെ ഒരു അവസ്ഥയുമില്ല. ഇതേപോലെയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും.